തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടാത്തലവന്മാരാണ് ഓം പ്രകാശ്, പൊക്കം ഷാജഹാൻ, എയർപോർട്ട് ഡാനി തുടങ്ങിയവർ. ഇവരടക്കം ഗുണ്ടകളും പിടികിട്ടാപ്പുള്ളികളും ഉൾപ്പെടെ 82 പേരാണ് ഒറ്റ ദിവസം പോലീസിന്റെ വലയിലായത്. അടുത്തിടെയൊന്നും ഇല്ലാത്തത്ര വലിയ ഗുണ്ടാവേട്ട നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തുള്ളക്കാനിരിക്കുന്ന പരിപാടികൾ മുന്നിൽ കണ്ടാണ്. ഇവരെല്ലാം പോലീസ് കരുതൽ തടങ്കലിലാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ക്ഷേത്രോത്സവങ്ങൾ, പെരുന്നാൾ എന്നിവ കണക്കിലെടുത്തായിരുന്നു പോലീസിന്റെ പരിശോധന. തലസ്ഥാന നഗരത്തിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കളായ ഓം പ്രകാശും എയർപോർട്ട് ഡാനിയും പൊക്കം ഷാജഹാനും ഉൾപ്പെടെ 82 പേർ കരുതൽ തടങ്കലിലായത്. റൌഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട അനന്തു, ആദിത്യൻ, പ്രഫുൽ രാജ്, പോരാട്ടം വിഷ്ണു, അഭിലാഷ്, ഉണ്ണിക്കുട്ടൻ, പടക്കി സാബു എന്ന ബിജുകുമാർ എന്നിവരും ഇതിൽ ഉൾപ്പെടും. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി. കൊലപാതകം, മോഷണം, കവർച്ച, പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രതികൾക്കെതിരെയാണ് നടപടി. ഓം പ്രകാശ്, പൊക്കം ഷാജഹാൻ എന്ന ഷാജഹാൻ, എയർപോർട്ട് ഡാനി എന്ന സ്റ്റെഫാൻ എന്നിവർ വലിയതുറ സ്റ്റേഷൻ പരിധിയിൽ നിന്നും, അനന്തു, ആദിത്യൻ എന്ന ഉണ്ണിക്കുട്ടൻ, ബിജുകുമാർ, പ്രഫുൽ രാജ്, പോരാട്ടം വിഷ്ണു എന്ന വിഷ്ണു, അരിപ്പൊടി രാജേഷ് എന്ന രാജേഷ് എന്നിവർ പേരൂർക്കട സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് പിടിയിലായത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് സായകൃഷ്ണ, തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നികേഷ് ലാൽ, ബിനോയ്, ജിതിൻ, ജിഷ്ണു, കഴക്കൂട്ടത്ത് നിന്ന് അഭിലാഷ്, സംഗീത്, വഞ്ചിയൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ശംഭുദേവ് എന്നിവരെയും പിടികൂടി. നഗരത്തിൽ ക്രമസമാധാനം ശക്തിപ്പെടുത്താനും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനുമാണ് നടപടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ലോഡ്ജുകൾ, തീരദേശ മേഖലകൾ, കോളനികൾ, ബാറുകൾ എന്നിവിടങ്ങളിൽ പോലീസ് നിരീക്ഷണവും പ്രത്യേക റെയ്ഡുകളും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.